ഏവർക്കും പാമ്പാടി വാർത്തയിലേക്ക് സ്വാഗതം. കോട്ടയത്ത് നിന്നും മീനടം, പാമ്പാടി, ദേറ, ആലാംപള്ളി, പാമ്പാടി വഴി SN പുരത്തിന് ഇന്നലെ മുതൽ ബസ് സർവീസ് ഓടിത്തുടങ്ങി. പാമ്പാടി ദേറയിൽ അഭിവന്യ ദിയോസ്കോറസ് തിരുമേനിയും വൈദികർ, യാത്രക്കാർ എന്നിവരും ചേർന്ന് ആശീർവദിച്ച് തുടർന്ന് മധുരം നൽകി ബസ് ജീവനക്കാർക്ക്. കന്നി യാത്രയ്ക്ക് തിരുമേനിയും ഉണ്ടായിരുന്നു. രാവിലെ 6:40 കോട്ടയത്ത് നിന്നും പുറപ്പെട്ട് മീനടം 7:20, പൊത്തൻപുറം, ദേറ 7:30, പാമ്പാടി 7:40, SN പുരത്തിന് 7:50 എത്തിച്ചേരുന്നു. തിരികെ 8:10 SN പുരത്ത് നിന്നും ആരംഭിച്ച് പാമ്പാടി 8:20, ദേറ 8:40, മീനടം 8:50, കോട്ടയം 9:45 എത്തിച്ചേരും. വൈകുന്നേരം 4:50 കോട്ടയത്ത് നിന്നും പുറപ്പെട്ട് 5:30 മീനടം, ദേറ 5:40, പാമ്പാടി 5:50, SN പുരത്തിന് 6 മണി. തിരിച്ച് 6:05 SN പുരത്ത് നിന്നും ആരംഭിച്ച് 6:15 പാമ്പാടി, ദേറ 6:25, മീനടം 6:35, കോട്ടയം 7:30. അടുത്തതായി മരണവാർത്ത. പുതുപ്പള്ളി തെക്കൂറ്റ് തോമസ് ജോർജ് നിര്യാതനായി. സംസ്കാരം പിന്നീട്. കോട്ടയം പൊൻപള്ളി ഞാറയ്ക്കലിൽ BSNL മൊബൈൽ ടവർ പണിക്കിടെ ടവറിന്റെ മുകളിൽ നിന്ന് വീണ് യുവാവ് മരിച്ചു. കോട്ടയ്ക്കുപുറം ആനിത്തോട്ടത്തിൽ ജൽവിയുടെ മകൻ ഗോഡ്സൺ പോൾ ആണ് മരിച്ചത്. 19 വയസ്സായിരുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് BSNL ടവർ 4Gയിലേക്ക് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട ജോലിക്കാണ് ഗോഡ്സൺ ഞാറയ്ക്കൽ എത്തിയത്. ടവറിന്റെ മുകളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനിടെ താഴേക്ക് വീഴുകയായിരുന്നു. അപകടത്തെ തുടർന്ന് ഒപ്പം ഉണ്ടായിരുന്നവർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ. സംഭവത്തിൽ കോട്ടയം ഈസ്റ്റ് പോലീസ് കേസെടുത്തു. മാതാവ് മിനി, സഹോദരങ്ങൾ ബ്ലസൺ പോൾ, ഡെയ്സൺ പോൾ. സംസ്കാരം ഇന്ന് 4-ന് കോട്ടയ്ക്കുപുറം സെന്റ് മാത്യൂസ് പള്ളിയിൽ നടത്തി. പാമ്പാടി വെള്ളാപ്പള്ളിയിൽ അന്നമ്മ വർഗീസ് അന്തരിച്ചു. 99 വയസ്സായിരുന്നു. ഭൗതിക ശരീരം നാളെ രാവിലെ 8 മണിക്ക് വസതിയിൽ കൊണ്ടുവരുന്നതും സംസ്കാരം ഉച്ചയ്ക്ക് 2:30 ഭവനത്തിലെ ശുശ്രൂഷയ്ക്ക് ശേഷം പാമ്പാടി സെന്റ് ജോൺസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ. മീനടം ഇടയാടിൽ സിബിയുടെ ഭാര്യ ബിബി സിബി നിര്യാതയായി. സംസ്കാരം ഇന്ന് ചൊവ്വാഴ്ച 10-ന് ഭവനത്തിലെ ശുശ്രൂഷയ്ക്ക് ശേഷം മീനടം സെന്റ് ഇഗ്നാത്തിയോസ് പള്ളിയിൽ നടത്തി. നിയന്ത്രണം വിട്ട് കുഴിയിലേക്ക് മറിഞ്ഞ കാറിന് താങ്ങുകൊടുത്ത നാട്ടുകാരുടെ രക്ഷാപ്രവർത്തനം. ഇന്നലെ ഉച്ചയോടെ റാന്നി തിരുവല്ല റോഡിൽ തീയാടിക്കലിനും തടിയൂരിനും മധ്യയുള്ള കടയാർ ജംഗ്ഷനടുത്ത് ഓലിക്കൽ LP സ്കൂളിന് സമീപത്താണ് നിയന്ത്രണം വിട്ട കാർ റോഡിൽ നിന്നും തെന്നി മാറി താഴെയുള്ള വീടിന് മുറ്റത്തേക്ക് മറിഞ്ഞത്. റാന്നി ഭാഗത്ത് നിന്ന് വന്ന ഐത്തല സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. വലിയ ശബ്ദം കേട്ട് ഓടിയെത്തിയ നാട്ടുകാർ കണ്ടത് കാർ ചെരിഞ്ഞ് താഴെ കുഴിയിലേക്ക് വീഴുന്ന അവസ്ഥയിലായിരുന്നു. കുഴിയിലേക്ക് വീഴാതിരിക്കാൻ വീടിന്റെ മുറ്റത്ത് നിന്ന് തടി കൊണ്ട് കാറിന് താങ്ങ് നൽകിയ ശേഷം കയർ ഉപയോഗിച്ച് കെട്ടി നിർത്തി. വാഹനയാത്രികർ പരിക്കില്ലാതെ രക്ഷപ്പെട്ടു. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് റാന്നി അഗ്നിരക്ഷാസേന സംഭവസ്ഥലത്ത് എത്തി കാർ ഇവിടെ നിന്നും നീക്കി. റോഡ് അപകടങ്ങൾ കൂടുന്നു. നിരവധി അപകടങ്ങൾ ഈ ആഴ്ചയിൽ മാത്രം റിപ്പോർട്ട് ചെയ്തത്. സ്പെഷ്യൽ റിപ്പോർട്ട് കാണാം. പാലക്കാട്, കോഴിക്കോട്, പത്തനംതിട്ട, ഇടുക്കി, തിരുവനന്തപുരം എന്നിവിടെ ഉണ്ടായ അപകടത്തിൽ മരണപ്പെട്ടവരും ആശുപത്രിയിൽ ആയവരും നിരവധി. പലപ്പോഴും രാത്രിയിൽ ഉണ്ടായ അപകടം ഡ്രൈവർ ഉറങ്ങി ഉണ്ടായതാണ്. എന്നാൽ മഴക്കാലത്തെ വാഹനം തെന്നി മാറി അപകടം വരുന്നു. മേലുക്കാവ് വാളകം പള്ളിക്ക് സമീപം ഇന്ന് രാവിലെ ഉണ്ടായ വാഹനാപകടം. ഇന്ന് കോട്ടയം പൂവരണിയിൽ ഉണ്ടായ അപകടം. ഇതിൽ പരുക്കേറ്റവരെല്ലാവരെയും പാലാ ചേർപ്പുങ്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.